ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ചൈതന്യ ചരിതാമൃതം പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വായിച്ചു നിർത്തിയത് ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 4 44 വരെ വായിച്ചു നിർത്തിയിരിക്കുന്നു. അടുത്ത 45 മുതലാണ് ആരംഭം. ഇതുവരെ നമ്മള് മനസ്സിലാക്കിയത് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ ബാഹ്യകാരണങ്ങള്, രഹസ്യകാരണങ്ങള്, കൃഷ്ണനും വിഷ്ണുവും തമ്മിലുള്ള വ്യത്യാസം, വിവിധ അവതാരങ്ങള്, വിവിധ രസങ്ങളിലുള്ള സേവനങ്ങള്, ഭക്തിയുത സേവനം, പരിശുദ്ധ ഭക്തിയുടെ നിർവചനം, ഭക്തിയുടെ നിലവാരങ്ങൾ, അതുപോലെ ബ്രജഭക്തി ആണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പൊ അതില് മാധുര്യ രസത്തിൽ നിൽക്കുന്ന ഗോപികമാരാണ് ഏറ്റവും ടോപ്പ്, ഉന്നത നിലവാരത്തിൽ നിൽക്കുന്നത്. പ്രേമഭക്തി, അപ്പൊ അതാണ് ജീവിതത്തിന്റെ സമ്പൂർണത, മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സമ്പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നത് ആ ലെവലിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇപ്പൊ ഭൗതിക ലോകത്തിൽ നാം കാണുന്ന കാമാസക്തമായ വികാരം ആത്മീയ ലോകത്തുള്ള യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനമാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇത് പ്രഭുപാദര് പറയുന്നത് മനസ്സിലാക്കാൻ ആധ്യാത്മിക ശാസ്ത്രത്തിൽ പര്യാപ്തമായ ശിക്ഷണം ആവശ്യമാണ്. അതുപോലെ പരകീയരസം, സ്വകീയരസം, പിന്നെ 3 ശക്തികൾ സംവിത്, സാന്തിനി, ഹ്ലാദിനി. ഭഗവാന്റെ ലീലയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവാത്മാക്കളെയും ആകർഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ പ്രഭുപാദ് പറഞ്ഞ സഹജിയാസ് എന്ന് പറയുന്ന ഒരു കൂട്ടം, അവര് ഭഗവാന്റെ ലീലകള് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതത്ര നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പൊ ഭഗവത് പ്രേമത്തിന്റെ വിധാനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ ചൈതന്യ ചരിതാമൃതം നമ്മുടെ ആ ഒരു നിലവാരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടർന്ന് വായിക്കാം. ശ്ലോകം 45. യഥാ ഉത്തരം അസോ വിശേഷം ഉല്ലാസമയീ അഭി രതി വാസനയാം സ്വാധീത വാസതേകാപി കസ്യചിത്. അതിന്റെ പ്രവർത്തനം, വ്യത്യസ്ത രസങ്ങളിലുള്ള പ്രേമം ഒന്നിനു മീതെ മറ്റൊന്നായി വർദ്ധിക്കുന്നതായി അനുഭവപ്പെടുന്നു. എന്നാൽ പടിപടിയായി മുന്നേറുന്ന ആഗ്രഹത്തിന്റെ ഉത്കൃഷ്ടമായ രസാനുഭവം യുഗളപ്രേമത്തിൽ ഔന്നത്യം പ്രാപിക്കുന്നു. അപ്പൊ അതില് ഭാവാർത്ഥം ശ്രീ രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവിൽ നിന്നുള്ള ശ്ലോകമാണ് ഇപ്പൊ വായിച്ചത്. അതയേവ മധുരരസഹി താരാ നാമ സ്വകീയ പരകീയ ഭാവേ ദിവിത സംസ്ഥാന. അതുകൊണ്ട് ഞാൻ അതിനെ മധുരരസം എന്ന് വിളിക്കുന്നു. ഇതിന് സ്വകീയ, പരകീയ അഥവാ വിവാഹിതരും അവിവാഹിതവുമായ സ്നേഹമെന്ന 2 വിഭാഗങ്ങളുണ്ട്. പരകീയഭാവേ അതിരസേര ഉല്ലാസ പ്രജവിന ഇഹാരണ്യത്ര നഹിവാസ. പരകീയഭാവത്തിൽ ഉല്ലാസം അത് അതീവ വർദ്ധമാനമാകുന്നു. അത്തരം പ്രേമം ബ്രജത്തിലൊഴികെ മറ്റൊരിടത്തും കാണാൻ കഴിയുകയില്ല.
ബ്രജവധുഗണേരയൈ പാവനിരവധി താരമധ്യേ ശ്രീരാധായ പാവേരവധി. പ്രജധരണിമാരിൽ ഈ പാപം സീമാതീതമാണ്. എന്നാൽ ശ്രീമതി രാധാറാണിയിൽ ഇത് ഏറ്റവും പൂർണ്ണമായി കാണുന്നു. പ്രൗഢനിർമ്മല ഭാവ പ്രേമ സർവോത്തമ കൃഷ്ണേര മാധുര്യരസ ആസ്വാദന കാരണേ. അവളുടെ പരിശുദ്ധവും പക്വവുമായ പ്രേമം മറ്റുള്ളവരിനേക്കാൾ കവച്ചു വയ്ക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ യുഗളപ്രേമ ബന്ധത്തിന്റെ മാധുര്യരസം രുചിക്കുവാനുള്ള കാരണം രാധാ പ്രേമമാണ്. അതുകൊണ്ട് അതയേവസൈ ഭാവ അംഗീകാരക്കരി സാതിലേന നിജ വാഞ്ച ഗൗരംഗ ശ്രീഹരി. അതുകൊണ്ട് ശ്രീഹരി തന്നെയായ ഗൗരംഗ മഹാപ്രഭു രാധയുടെ വികാരങ്ങൾ സ്വീകരിക്കുകയും അപ്രകാരം തന്നിടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു. ഭാവാർത്ഥം പ്രഭുപാദ. പ്രേമസേവനത്തിന്റെ 4 തരത്തിലുള്ള പരസ്പര വിനിമയത്തിൽ ദാസ്യം, സഖ്യം, വാത്സല്യം, മാധുര്യം ഏറ്റവും പൂർണ്ണതയുള്ളതായി കരുതപ്പെടുന്നു. യുഗളപ്രേമ ബന്ധത്തെ പിന്നെയും സ്വകീയമെന്നും പരകീയമെന്നും 2ആയി വിഭജിക്കുന്നു. യഥാവിധി വിവാഹം ചെയ്ത ഭർത്താവെന്ന നിലയിൽ കൃഷ്ണനുമായുള്ള ബന്ധമാണ് സ്വകീയം. ജാരകാമുകൻ എന്ന നിലയിൽ കൃഷ്ണനുമായുള്ള ബന്ധമാണ് പരകീയം. പരകീയ രസത്തിലുള്ള അതീന്ദ്രിയ ഹർഷം കൂടുതൽ ഉല്ലാസഭരിതമാകയാൽ അതാണ് ഉത്തമമെന്ന് നിപുണരായ വിശകലന വിദഗ്ധർ തീരുമാനിച്ചു. ഒരു ജാരനുമായുള്ള അത്തരം അവിഹിത പ്രേമം സാധാരണഗതിയിൽ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയില്ലെന്ന് നന്നെ അറിഞ്ഞുകൊണ്ടും ഭഗവാനോടുള്ള തീവ്രമായ പ്രേമത്തിൽ അവിടുന്ന് ആത്മസമർപ്പണം ചെയ്തവരിൽ മാത്രമേ യുഗള പ്രേമത്തിന്റെ ഈ ഘട്ടം കാണാൻ കഴിയുകയുള്ളൂ. അത്തരം ഭഗവത് പ്രേമത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സാഹസിക മനോവികാരത്തെ സാഹസികമല്ലാത്ത ബന്ധത്തെക്കാൾ ഉത്കൃഷ്ടമാക്കുന്നു. അത്തരം പ്രേമ സാഹസം അതീന്ദ്രിയ സാമ്രാജ്യത്തിന് മാത്രം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭഗവാന്റെ സ്വകീയവും പരകീയവുമായ യുഗള പ്രേമത്തിന് ഭൗതിക ലോകത്തിൽ അസ്തിത്വമില്ല. പരകീയം ബ്രജമെന്ന് അറിയപ്പെടുന്ന ഗോലോക വൃന്ദാവനത്തിന്റെ ഭാഗത്തൊഴികെ വൈകുണ്ഠത്തിലും പ്രകടമാകുകയില്ല. കൃഷ്ണൻ ഗോലോക വൃന്ദാവനത്തിലെ ശാശ്വതനായ ആസ്വാദനാണെന്നും ചിലപ്പോൾ മാത്രം പരകീയ രസം ആസ്വദിക്കുന്നതിന് വ്രജതലത്തിലേക്ക് വരുന്നുവെന്നും ചില ഭക്തന്മാർ ചിന്തിക്കുന്നു. എന്നാൽ കൃഷ്ണന്റെ വ്രജലീലകൾ അവിടുത്തെ ഗോലോക വൃന്ദാവനത്തിലെ മറ്റു ലീലകൾ പോലെ തന്നെ ശാശ്വതമാണെന്ന് വൃന്ദാവനത്തിലെ 6 ഗോസ്വാമിമാർ വിവരിച്ചിട്ടുണ്ട്. ഗോലോക വൃന്ദാവനത്തെ രഹസ്യ ഭാഗമാണ് പരകീയ രസത്തിന് സദാ അസ്തിത്വമുള്ള വ്രജം. കൃഷ്ണൻ ഈ ലോകത്ത് തന്റെ വ്രജലീലകൾ പ്രദർശിപ്പിച്ചിരുന്നു. അതേ ലീലകൾ ഗോലോക വൃന്ദാവനത്തിലെ വ്രജമണ്ഡലത്തിലെ സദാ പ്രകാശിതവുമാണ്. അവിടെ പരകീയ രസം നിത്യമായി നിലനിൽക്കുന്നു. കൃഷ്ണൻ വൈവസ്വമനുവിന്റെ 28ാമത് ചതുർയുഗത്തിലെ ദ്വാപരയുഗാന്ത്യത്തിൽ അവതരിക്കുന്നുവെന്നും അവിടെ നിന്റെ അത്യുന്നത ലീലകളുടെ ശാശ്വതധാമമായ വ്രജധാമവും അവിടുന്ന് കൂടെ കൊണ്ടുവരുമെന്നും ഈ ഗ്രന്ഥത്തിന്റെ 3ാം അധ്യായത്തിൽ ശ്രീ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി സ്പഷ്ടമായി അംഗീകരിക്കുന്നു. ഭഗവാൻ സ്വന്തം ആന്തരിക ശക്തിയാൽ അവതരിക്കുന്നത് പോലെ ബാഹ്യമായ യാതൊരു സഹായവുമില്ലാതെ അതേ ആന്തരിക ശക്തിയാൽ അവിടെ നിന്റെ അനുസാരികളെയും കൂടെ കൊണ്ടുപോകുന്നു. പരകീയ മനോഭാവം ആ അതീന്ദ്രിയ സാമ്രാജ്യത്തിലല്ലാതെ മറ്റൊരിടത്തും ഇല്ലെന്ന് പിന്നെയും പ്രസ്താവിച്ചിരിക്കുന്നു. ഈ ഹർഷോന്മതത്തിന്റെ പാരമ്യത അതീന്ദ്ര ലോകത്തിന്റെ ഏറ്റവും ഗോപ്യമായ ഭാഗത്ത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പക്ഷെ ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യത്താൽ നമുക്ക് അദൃശ്യ വ്രജത്തിലേക്ക് ഒരു എത്തിനോട്ടം സാധ്യമാണ്. വ്രജത്തിലെ ഗോപികമാർ ആസ്വദിച്ച അതീന്ദ്ര രസം ശ്രീമതി രാധാറാണിയിൽ അത്യുത്കൃഷ്ടമായി ലക്ഷണീഭവിച്ചിട്ടുണ്ട്. വൈകിക മനോഭാവങ്ങൾ ഭഗവാന് പോലും ദുർഗ്രാഹ്യമാണോ? ആ ശ്രീമതി രാധാറാണിയിൽ യുഗളപ്രേമത്തിന്റെ അതീന്ദ്ര രസത്തിന് പക്വമായ സ്വാംശീകരണം ദൃശ്യമാണ്.
രാധാറാണിയുടെ പ്രേമസേവനം ആനന്ദ പാരവശ്യത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. പരമമായ ഈ അതീന്ദ്രിയ രസത്തിലൂടെ ഭഗവാന്റെ ഗുണങ്ങൾ ആസ്വദിക്കുന്നതിൽ ശ്രീമതി രാധാറാണിയെ അതിക്രമിക്കാൻ ആർക്കില്ല. അതുകൊണ്ട് ഗുരംഗ മഹാപ്രഭുവിന്റെ രൂപത്തിൽ രാധാറാണിയുടെ സ്ഥാനം സ്വീകരിക്കാമെന്ന് ഭഗവാൻ സ്വയം സമ്മതിച്ചു. പിന്നീട് അവിടുന്ന് വ്രജധാമത്തിൽ പ്രദർശിച്ചതുപോലെയുള്ള ഉത്തമമായ പരകീരസം ആസ്വദിച്ചു. അപ്പൊ ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ ഉദ്ദേശം വ്യക്തമായി പറയുകയാണ്. കാരണം രാധാറാണി അനുഭവിച്ചിട്ടുള്ള, അതായത് അതീന്ദ്രിയ പ്രേമ രസം അത് വേറെ ആരും അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കാൻ കഴിയുകയുമില്ല. ഇവൻ പ്രഭുപാദര് പറയുന്നത് ഗോപികമാര് തന്നെ എല്ലാവരും പരിശുദ്ധ ഭക്തരാണ്. പക്ഷെ അവര് ഗോപികമാരില് വിവിധ നിലവാരത്തിലുള്ളവരാണ്. എല്ലാവരും ഒരേ നിലവാരത്തിലുള്ളവല്ല. ചില ഗോപികമാര് രാസലീലയിൽ പങ്കെടുക്കാത്തവരുണ്ട്. വിരഹത്തില് ശരീരമുണ്ട്. ഇപ്പൊ രാധാറാണിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു വിശേഷപ്പെട്ട ഒരു സ്ഥാനമാണ്. അത് കൃഷ്ണന് തന്നെ രാധാറാണിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ശ്രീമതി രാധാറാണി ആസ്വദിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ വന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു രാധാകൃഷ്ണ നഹി അന്യ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണന് വ്യത്യസ്തമല്ല. ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ കൃഷ്ണനാണ്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴല്ല എപ്പോഴും അദ്ദേഹം വിരഹഭാവം കാണിക്കുന്നുണ്ട്, സെപ്പറേഷൻ. അപ്പോ നമ്മള് ജഗന്നാഥ്പുരിയിലൊക്കെ പോകുമ്പോ അറിയാം ചൈതന്യ മഹാപ്രഭു വിരഹത്തില് തല കൊണ്ടിടിക്കുന്നത്, അദ്ദേഹം പിന്നെ അവിടുന്ന് ജഗന്നാഥ്പുരിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നതും, ഒരിക്കൽ കടലിൽ തന്നെ പോയി യമുനയാണെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരു കുവൻ അദ്ദേഹത്തിനെ പിടിക്കുന്നതും, അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരത്ത് തൊട്ടത് കൊണ്ട് അദ്ദേഹവും അതീന്ദ്രിയം, പ്രേമം, ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാവുകയും അദ്ദേഹം നാമം ജപിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഗോപികമായിട്ട് ഏറ്റവും ഉയർന്ന ഒരു നിലവാരത്തെ കുറിച്ചാണ് ചൈതന്യ ചരിതാമൃതം നമുക്ക് വിവരിച്ചു തരുന്നത്. അപ്പോ സാധാരണ ഒരു ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോ രൂപഗോസ്വാമിയാണ് അതായത് ഭക്തിയെക്കുറിച്ച്, അതീന്ദ്രിയ ഭാവങ്ങളെ കുറിച്ച് എഴുതുന്നത് ഭക്തി രസാമൃത സിന്ധു എന്നുള്ള പുസ്തകത്തിൽ. അപ്പൊ ഗോസ്വാമിമാര് അവര് ഭഗവാന്റെ, അതായത് ഗോപികമാരുടെ, അതായത് ഒരു മഞ്ചേരീസാണ്. അപ്പൊ അവർക്ക് ഒരുവിധം ഭഗവാന് ഗുണങ്ങള് അല്ലെങ്കിൽ അഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞവരാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഗോസ്വാമിമാര് പുസ്തകങ്ങൾ എഴുതുന്നതും അതുപോലെ വൃന്ദാവനത്തില് ക്ഷേത്രങ്ങൾ വയ്ക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രഥയാത്ര തന്നെ, എന്താണ് രഥയാത്ര എന്ന് പറഞ്ഞാൽ, അതായത് ഭഗവാനെ അല്ലെ കുരുക്ഷേത്ര, അതായത് ദ്വാരയിൽ നിന്ന് ഭഗവാനെ വൃന്ദാവനത്തിലേക്ക് വലിക്കൊണ്ടു. അപ്പൊ അത് തന്നെ ഇപ്പൊ ഒരുപാട് കഥകൾ, അതിൽ ഒരു കഥ കൊണ്ട് രാധാറാണിയെ കണ്ടുമുട്ടുന്നതായിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളത് രഥയാത്രയുടെ ഒരു കഥ, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. 3 കഥകൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, കൃഷ്ണൻ
ദ്വാരകയിലായിരിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം രാധേ രാധേ എന്ന് വിളിച്ച് കരയുമായിരുന്നു. അപ്പോ ഇതെല്ലാവരും കണ്ടിട്ട്, അതായത് നാരദൻ, ബലരാമൻ, ഉദ്ധവൻ എല്ലാം തീരുമാനിച്ചു ഇതിനെന്താ പോകുമ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിനെ സമാധാനപ്പെടുത്തുക. അങ്ങനെയാണ് അവര് നാരദം ക്ഷണിക്കുന്നത്. നാരദമുനിയെ ക്ഷണിക്കുന്നതും നാരദമുനിയെ അവിടെ കൊണ്ടുപോയിട്ട് നാരദമുനിയെ കൊണ്ട് ബ്രജപ്രേമ കീർത്തനം പാടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടനെ ഭഗവാൻ എഴുന്നേക്കും. അദ്ദേഹം ചോദിക്കും, ഞാൻ എവിടെയാണ്, എന്തിനാണ് നിങ്ങളിവിടെ വന്നത്, നിങ്ങളെല്ലാം എടുക്കുകയാണ് ഇവിടെ, എന്റെ പുല്ലാങ്കുഴൽ എവിടെ എന്നൊക്കെ ചോദിക്കും. എക്സ്റ്റേണൽ കോൺഷ്യസിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോ കൃഷ്ണനെ സമാധാനിപ്പിച്ച് ദ്വാരയിൽ നിന്നും വീണ്ടും വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ രഥയാത്ര എന്ന് പറയുന്നത്. അപ്പൊ അവിടെ രാധാറാണി നിധുവനത്തില് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അത്രയ്ക്ക് ആ വിരഹം. അപ്പൊ അവിടെ ഭഗവാനെ കൊണ്ട് എത്തിക്കുന്നതാണ് ഈ യാത്ര. അപ്പൊ ബലരാമനും സുഭദ്രയും ഉണ്ട് വൃന്ദാവനത്തില്, കൃഷ്ണനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ അവിടെ പോയി രാധാറാണിയും ലളിതയുടെ മടിയില് തലവെച്ച്, അതായത് മഹാഭാവം എന്ന് പറയും, തലവെച്ച് വിശ്രമിക്കുകയാണ്. അപ്പൊ ആ കൃഷ്ണരഥം നിധുവനത്തിൽ എത്രയും പെട്ടെന്ന് അവിടെ കൊണ്ട് എത്തിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് കൃഷ്ണൻ രാധാറാണിയെ കാണുകയും അവിടെ വെച്ചിട്ട് രാധേ രാധേ എന്ന ഉച്ചത്തിൽ കൃഷ്ണൻ ഷൗട്ട് ചെയ്യും. അപ്പൊ അവിടെ വെച്ചിട്ട് 8 സാത്വിക ഭാവങ്ങൾ പ്രകടമാക്കി എന്നാണ് പറയുന്നത്. അതായത് ഈ ആമയെ പോലെ, ആമ തന്റെ ഇന്ദ്രിയങ്ങളിലേക്ക് വലിക്കുന്നത് പോലെ കൈയും കാലും എല്ലാം അകത്തേക്ക് വലിക്കപ്പെട്ടു. അപ്പോ തിരിച്ച് ബോധം വന്നപ്പോ രാധാറാണിയെ കാണുകയും ചെയ്തു. അപ്പോ ഈ ഒരു ഭാവമാണ് നമ്മള് ജഗന്നാഥ് പുരിയിൽ കാണുന്നത്, രൂപം. അപ്പൊ ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, ഞാനും ബലരാമനും സുഭദ്രയും കാണിച്ച ഈ മഹാഭാവ പ്രകാശം ജഗന്നാഥ് പുരിയിൽ വസിക്കും എന്ന് ഭഗവാൻ അവിടെ വെച്ച് പറയുന്നുമുണ്ട്. എന്നിട്ട് കലിയുഗത്തില് ഞാൻ ചൈതന്യ മഹാപ്രഭുവായി അവതരിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകള് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് വിരഹ ദുഃഖം അനുഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപം കൂർമേര ആഹാര എന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വിവരിക്കുന്നുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭു പലപ്പോഴും സിംഹദ്വാരത്തില് അവിടെയുള്ള കൗഷട്ടിലൊക്കെ അബോധാവസ്ഥയിലായി കിടക്കുന്നതും പിന്നീട് ബോധം വരുമ്പോൾ ഓടുന്നതും തല കൊണ്ടിടിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇത് ഏറ്റവും ഒരു ഉയർന്ന നിലയിലുള്ള അവസ്ഥ. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. 51. സുര ഈശാനാം ദുർഗം അതിശയേന ഉപനിഷതാം മുനീനാം സർവസ്വം പ്രണതപാടലീനാം മധുരിമാം വിനിര്യാസ്യാം പ്രേംന നിഖില പശുപാല അംബുജ ദിശാം സ ചൈതന്യ കിമ്മേ പുനഃ. ശ്രീ ചൈതന്യൻ ദേവന്മാരുടെ ആശ്രയമാണ്, ഉപനിഷത്തുക്കളുടെ ലക്ഷ്യമാണ്, മഹാമുനിമാരുടെ സർവസ്വമാണ്, ഭക്തന്മാരുടെ മനോഹരമായ അഭയസ്ഥാനമാണ്, അംബുജ ലോചനികളായ ഗോപികമാരുടെ പ്രേമത്തിന്റെ കാതലാണ്. അവിടെ നിന്ന് വീണ്ടും എന്റെ ദർശനപഥത്തിലേക്ക് പ്രവേശിക്കുമോ? അഹാരം കസ്യാപി പ്രണയീജനബന്ധസ്യ കൗതുകി രസസ്തോമം വൃത്വാ മധുര
മധുരമുപഭോക്തും കമയവിയഃ രുചം സാമമാവൃസേ ദ്യുതിമിഹ തദിയാം പ്രകടയൻ സദേവശന്യ കൃതിരതിതരാം ന കൃപയതു. കൃഷ്ണ ഭഗവാൻ തന്റെ പ്രണയികളിൽ ഒരുവളുടെ, അതായത് രാധ, പ്രേമത്തിന്റെ സീമാതീതവും അമൃതതുല്യവുമായ രസങ്ങൾ ആസ്വദിക്കാൻ ഉത്സുകനായി. അതിനാൽ അവിടുന്ന് ശ്രീ ചൈതന്യ രൂപം കൈക്കൊണ്ട് തന്റെ കൃഷ്ണവർണ്ണം അവളുടെ തേജസ്സാർന്ന പീതാംബരത്താൽ മറച്ചുകൊണ്ട് അദ്ദേഹം ആ പ്രേമം ആസ്വദിച്ചു. ചൈതന്യ മഹാപ്രഭു നമ്മിൽ കാരുണ്യം ചൊരിയട്ടെ. ശ്ലോകം 51 ശ്രീരൂപഗോസ്വാമിയുടെ സ്തവമാല ഗ്രന്ഥത്തിലെ പ്രഥമ ചൈതന്യ അഷ്ടകത്തിലെ 2-ാം ശ്ലോകവും പ്രസ്തുത ശ്ലോകം 52 അതേ ഗ്രന്ഥത്തിലെ ദ്വിതീയ ചൈതന്യ അഷ്ടകത്തിലെ 3-ാം ശ്ലോകവുമാകും. ഇത് കൂടുതലും രൂപഗോസ്വാമി, അതായത് ഗോസ്വാമിമാരാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ എത്ര പേര് അത് വായിച്ചിട്ടുണ്ട്? അപ്പോ ഈ പുസ്തകങ്ങളെല്ലാം പാനുസ്വാമി മഹാരാജ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആഗ്രഹേണ ഹേതു കൈല ധർമ്മസ്ഥാപന താരമുഖ്യ ഹേതു കഹീശുന സർവജ്ഞന. അതേ അവതരിച്ച് യുഗത്തിന്റെ ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള പ്രധാന കാരണം ആ പരമാനന്ദ പ്രേമം സ്വീകരിക്കാനായിരുന്നു. ആ കാരണം ഞാനിപ്പോൾ വിശദീകരിക്കാൻ. മൂലഹേതു ആകെ ശ്ലോകേര കൈല ആഭാസ ഏവേ കഹീസൈ ശ്ലോകേര അർത്ഥപ്രാശ. ചൈതന്യ അവതാരത്തിന്റെ മൂലകാരണത്തെ കുറിച്ച് ഞാൻ സൂചന നൽകി. ഇപ്പോൾ ഞാൻ അതിന്റെ പൂർണ്ണ അർത്ഥം പ്രകാശിപ്പിക്കാം. രാധാകൃഷ്ണ പ്രണയ വികൃതി ക്ലാദിനി ശക്തിരസ്മാത് ഏകാത്മാ നവഭീപു വിപുരാ ദേഹഭേദം ഗതൗ തൗ ചൈതന്യാഖ്യം പ്രകടമധുന തത് ദ്വയം ചൈക്യമാപ്തം രാധാഭാവദ്വിതി സലിതം നൗമി കൃഷ്ണസ്വരൂപം. രാധാകൃഷ്ണന്മാരുടെ പ്രേമ വ്യവഹാരങ്ങൾ ഭഗവാന്റെ അന്തരംഗ ക്ലാദിനി ശക്തിയുടെ ആവിഷ്കാരങ്ങളാണ്. രാധാകൃഷ്ണന്മാർ ഒന്ന് തന്നെയാണെങ്കിലും അവർ സ്വയം ശാശ്വതമായി വേർപെട്ടു. രണ്ടരും കൃഷ്ണൻ ചൈതന്യന്റെ രൂപത്തിൽ ഇപ്പോൾ വീണ്ടും ഒന്നിച്ചിരിക്കുന്നു. കൃഷ്ണൻ തന്നെയാണെങ്കിലും ശ്രീമതി രാധാറിയുടെ വർണ്ണത്തിലും ഭാവത്തിലും സ്വയം പ്രത്യക്ഷനായ അദ്ദേഹത്തെ ഞാൻ നമിക്കുന്നു. ഈ ശ്ലോകം സ്വരൂപ ഗോസ്വാമിയുടെ കുറിപ്പ് പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദ്യ 14 ശ്ലോകങ്ങളിൽ 5-ാമത്തേതാണ്. രാധാകൃഷ്ണ ഏക ആത്മാ ദ്വിദേഹധരി അന്യോന്യ വിലാസേ രസ ആസ്വാദന കരി. രാധയും കൃഷ്ണൻ ഒന്ന് തന്നെയാണ്, പക്ഷേ രണ്ട് ശരീരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. പരസ്പരം പ്രേമരസം ആസ്വദിക്കുന്നു. അതീന്ദ്ര യുഗങ്ങളായ രാധയും കൃഷ്ണനും ഭൗതികവാദികൾക്ക് ഒരു കുഴയ്ക്കുന്ന സമസ്യയാണ്. രാധയും കൃഷ്ണനെ കുറിച്ച് മുകളിലുള്ള വിവരസംഗ്രഹം ശ്രീ സ്വരൂപ ഗോസ്വാമിയുടെ കുറിപ്പ് പുസ്തകം എന്നുള്ളതാണ്. പക്ഷെ ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെയും രഹസ്യം അറിയാൻ ഒരു വളരെയധികം ആധ്യാത്മിക ഉൾക്കാഴ്ച ആവശ്യമാണ്. അപ്പൊ ഇവിടെ ഒരു സാധാരണ വ്യക്തിക്ക് രാധാറാണിയും കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഭൗതിക ലോകത്തിലെ ആൾക്കാര് സാധാരണ ഒരു പ്രേമത്തെ പോലെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആക്കി കണ്ടുകൊണ്ട് കളിയാക്കി പറയാറുണ്ട്. അതിനെപ്പറ്റി ഒട്ടനവധി ഗാനങ്ങളും പരിഹാസങ്ങളുമുണ്ട്. പക്ഷെ ഇവിടെ പ്രഭുപാദര് പറയുന്നത് ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെയും രഹസ്യം അറിയാൻ ഒരുവന് വളരെയധികം ആധ്യാത്മികമായ ഉൾക്കാഴ്ച ആവശ്യമാണ്. ഒരേ വ്യക്തിത്വം രണ്ട് രൂപത്തിൽ ആനന്ദിക്കുന്നു. ശ്രീകൃഷ്ണൻ ശക്തിമാനും ശ്രീമതി രാധാറാണി അന്തരംഗ ശക്തിയുമാണ്. വേദാന്ത തത്വശാസ്ത്രം അനുസരിച്ച് ശക്തനും ശക്തിയും തമ്മിൽ ഒരു ഭേദവുമില്ല. അവർ അന്യരാണ്. നമുക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിക്കാനില്ല. താപത്തെ അഗ്നിയിൽ നിന്നും വേർതിരിക്കാൻ കഴിയാത്തതുപോലെ
ഇപ്പൊ നമുക്ക് എങ്ങനെ ഒരു ഉദാഹരണം പറയാം, കാരണം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളെ ശരീരം എടുത്തു കഴിഞ്ഞാല്, നമ്മുടെ ഇപ്പൊ കൈ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു അംഗമാണ് അല്ലെ. അപ്പോ ഇപ്പൊ എന്റെ കൈ കൊണ്ട് ഞാൻ കൈകൊട്ടി പാടി ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ എന്റെ കൈ ഉപയോഗിച്ച് ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്റെ ആസ്വാദനത്തിന് വേണ്ടി ഞാൻ എന്റെ അവയവങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ ഭഗവാൻ, അതായത് രാധാറാണി കൃഷ്ണൻ തമ്മിൽ വ്യത്യാസമില്ല, പക്ഷെ വേർപെട്ടു പോയി. രണ്ട് ഭാഗമാണ്, അതാണ് വ്യത്യാസം. പക്ഷെ രാധാറാണിക്ക് ആനന്ദം നൽകുന്ന ശക്തിയാണ്, കൃഷ്ണന് ആനന്ദം നൽകുന്ന ശക്തിയാണ് രാധാറാണി. നിരപേക്ഷ തലത്തിലുള്ളതെല്ലാം ആപേക്ഷിക അസ്തിത്വത്തിന്റെ പാവനങ്ങൾക്ക് അതീതമാണ്. അതുകൊണ്ട് ആപേക്ഷികമായ അവലോകനത്തിൽ ശക്തനും ശക്തിയും തമ്മിൽ ഏകത്വത്തിന്റെ സത്യം ഗ്രഹിക്കുക അത്യന്തം ദുഷ്കരമാണ്. അതീന്ദ്രയുടെ അത്തരം സങ്കീർണതകൾ മനസ്സിലാക്കാനുള്ള ഏക സ്രോതസ് ചൈതന്യനാൽ അവതരിപ്പിക്കപ്പെട്ട അചിന്ത്യഭേദ അഭേദ തത്വമാണ്. അതാണ് നമ്മുടെ ഫിലോസഫി തത്വം എന്ന് പറഞ്ഞാൽ, അചിന്ത്യഭേദ അഭേദത്വം. എല്ലാം ഒന്നാണ്, അതേസമയം വ്യത്യസ്തവുമാണ്. അപ്പൊ അത് കോൺട്രഡിക്ഷൻ അല്ലേ? എല്ലാം ഒന്നാണെന്ന് പറയുന്നു, അതേസമയം വ്യത്യസ്തമാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ രാധാറാണി കൃഷ്ണന്റെ അന്തരംഗത്തിയാണ്. അപ്പോൾ എപ്പോഴും കൃഷ്ണനെ ആഹ്ലാദം സാന്ദ്രമാക്കുന്നു. അവ്യക്തവാദികൾക്ക് മഹാഭാഗവാന്മാരായ ഭക്തന്മാരുടെ സഹായം കൂടാതെ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. രാധ എന്ന നാമം സൂചിപ്പിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സുഖസൗകര്യങ്ങൾ നോക്കി നടത്തുന്നവരിൽ അഗ്രഗണ്യായ അതിദേവത. അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. രാധാറാണി എന്ന് പറഞ്ഞാൽ പൂവാര് പറയുന്നുണ്ട്, കൃഷ്ണന്റെ എനർജിയാണ്. ഇപ്പൊ നമ്മള് ആരോ ഒരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ട് നമ്മൾ രാധാറാണിയുടെ പേര് ജപിക്കുന്നില്ല, രാധയെന്ന് ജപിക്കുന്നില്ല? കാരണം നമ്മൾ ഹരേ എന്ന് ഉദ്ദേശിക്കുന്നത് രാധാറാണിയുടെ പേര് തന്നെയാണ്, എനർജി തന്നെയാണ്. അപ്പൊ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അവിടെ രാധാറാണിയുടെ മന്ത്രം അല്ലെങ്കിൽ പേര് നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ രാധ എന്ന് സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ സുഖസൗകര്യങ്ങൾ നോക്കി നടത്തുന്നവരിൽ അഗ്രഗണ്യായ അതിദേവത എന്നുള്ളതാണ്. എല്ലാ ജീവസത്തകളുടെയും സേവനം കൃഷ്ണത്തിൽ എത്തിച്ചു കൊടുക്കുന്ന മാധ്യമം അവളാണ്. വൃന്ദാവനത്തിലെ ഭക്തർ അതുകൊണ്ട് ശ്രീകൃഷ്ണപ്രിയ, കൃഷ്ണന്റെ പ്രിയപ്പെട്ട സേവകരായി അംഗീകരിക്കപ്പെടുന്നതിൽ ശ്രീമതി രാധാറാണിയുടെ കാരുണ്യം തേടും. നമ്മൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ രാധേ 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 എന്നുള്ള പാട്ടാണ്. എല്ലാവരും ആരും എവിടെ പോയാലും രാധാറാണിയെ പൊരുത്തിക്കൊണ്ടാണ് അവിടെ പാടുന്നത്. കൃഷ്ണനെ അല്ല, രാധാറാണിയാണ് സ്തുതിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മള് വർഷാനയില് പോയി കഴിഞ്ഞാല്, കാരണം രാധാറാണിയുടെ കാരുണ്യം കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഭഗവാന്റെ കാരുണ്യം കിട്ടും. അപ്പോ ഭഗവാൻ യഥാർത്ഥത്തിൽ സേവനം ചെയ്യാൻ യോഗ്യരായിട്ടുള്ള ഒരാൾ ശ്രീമതി രാധാറാണി മാത്രമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാന് സേവനം ചെയ്യാൻ യോഗ്യരാണോ? അല്ല. അപ്പൊ നമ്മളിപ്പോ സേവിക്കുന്നത് ആരെയാണ്? ഗുരുവിനെയാണ്, അല്ലെ? നമ്മൾ ചെയ്യുന്ന സേവനം നമ്മൾ ഗുരുവിനാണ് സമർപ്പിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന സേവനത്തില് അപാകതകൾ ഉണ്ടാവാം, തെറ്റുണ്ടാവാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നിവേദ്യം ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ഗുരുവിന് സമർപ്പിച്ചിട്ട് ഗുരുവിനോടാണ് ഇത് ഭഗവാന് സമർപ്പിക്കാൻ പറയുന്നത്. അപ്പൊ ആ ഗുരുവാണ് ഭഗവാനില് എത്തിക്കുന്നത്. അപ്പോ അതുപോലെ ഗോപികമാര് സേവനം ചെയ്യുമ്പോഴും അവർ നേരിട്ട് ഭഗവാനെ പോയി സേവിക്കുന്നില്ല. അവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രാധാറാണിയെ ഏൽപ്പിക്കുകയാണ്, രാധാറാണിയെ സംതൃപ്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രാധാറാണിയാണ് ആ സേവനം സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഗോപീപത്ത പതകമലയോ ദാസ 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 ദാസാനുദാസൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇരുമ്പ് യുഗത്തിലെ പതീതരായ ദത്താത്മാക്കൾക്ക് ഭഗവാനുമായുള്ള അതീന്ദ്ര ബന്ധത്തിന്റെ അത്യുന്നത തത്വം നൽകുന്നതിന് ശ്രീ ചൈതന്യ മഹാപ്രഭു അവരെ നേരിൽ സമീപിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായി അദ്ദേഹത്തിന്റെ അന്തരംഗ ശക്തിയിലെ ഹ്ലാദിനിയുടെ ഭാവത്തിലാണ്. ചൈതന്യ മഹാപ്രഭു രാധാറാണിയെ പോലെയാണ് എപ്പോഴും
ബിഹേവ് പരിപൂർണ ഉത്തമനായ ശ്രീകൃഷ്ണ ഭഗവാൻ സർവശക്തനും സച്ചിദാനന്ദ രൂപനുമാണ്. അദ്ദേഹത്തിന്റെ ആന്തരിക ശക്തി ആദ്യം സത് അഥവാ അസ്തിത്വം ആകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭഗവാന്റെ സൃഷ്ടി സന്ധാരണ ധർമ്മത്തെ വികസിപ്പിക്കുന്നത് സത് ശക്തിയാണ്. അതേ ശക്തി പൂർണ്ണമായ ജ്ഞാനം പ്രകടിപ്പിക്കുമ്പോൾ അതേ ഭഗവാന്റെ അതീന്ദ്രിയ രൂപങ്ങൾ വിസ്തരിപ്പിക്കുന്ന ചിത് അഥവാ സംവിത് എന്ന് വിളിക്കുന്നു. അവസാനമായി അതേ ശക്തി ആനന്ദം നൽകുന്ന മാധ്യമമായി പ്രകടമാകുമ്പോൾ അത് ക്ലാദിനി ശക്തിയായി അറിയപ്പെടുന്നു. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അന്തരംഗ ശക്തിയുടെ 3 ഇത്. അപ്രകാരം ഭഗവാന്റെ അന്തരംഗ ശക്തി 3 വിഭാഗങ്ങളിൽ പ്രകടമാകുന്നു. ചൈതന്യ ഗോസാൻ രസ ആസ്വാദിതോൻ ഹേ മൈലായേകാഠാനി. ഇപ്പോ രസാദാതനാർത്ഥം അവർ ചൈതന്യ മഹാപ്രഭുവായി ഒരേ ദേഹത്തിൽ അവതരിച്ചിരിക്കുന്നു. ഇതിലാകി ആകെ കരി താരാവിവരണ വ്യാഹാഹൈതേ ഹയാ ഗൗരേര മഹിമ കഥന. അതുകൊണ്ട് ഞാൻ ആദ്യം രാധയുടെയും കൃഷ്ണന്റെയും സ്ഥാനം വിവരിക്കാം. ആ വിവരണത്തിൽ നിന്നും മഹാപ്രഭുവിന്റെ മഹാത്മ്യം അറിയപ്പെടും. രാധികാഹരേര കൃഷ്ണേര പ്രണയ വിഹാരം സ്വരൂപശക്തി ഹ്ലാദിനി നാമ യാൻഹാര. കൃഷ്ണന്റെ പ്രേമത്തിന്റെ പരിവർത്തിത രൂപമാണ് ശ്രീമതി രാധിക. അവൾ ഹ്ലാദിനി എന്ന് വിളിക്കപ്പെടുന്നു. അവിടുത്തെ അന്തരംഗ ശക്തിയാണ്. ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. അപ്പോ ഇനി അങ്ങോട്ട് പറയുന്നത് ഹ്ലാദിനി ശക്തിയെ കുറിച്ചാണ്. ഹ്ലാദിനീകരായ കൃഷ്ണേര ആനന്ദാസ്വാദന ഹ്ലാദിനീരധാരാകരേ ഭക്തേരഭൂഷണ. ഹ്ലാദിനി ശക്തി കൃഷ്ണന് ആനന്ദം നൽകുകയും അവിടുത്തെ ഭക്തന്മാരെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. അതിനൊരു ലോങ് പർപ്പോർട്ടാണ്. ഇതുവരെ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും അഭിപ്രായമോ സംശയമുണ്ടോ? ഇതിനങ്ങോട്ട് ഇനി ആ 3, അതായത് സച്ചിത് ആനന്ദ, അതാണ് നമ്മള് ഈ 3 ശക്തികളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംവിത്, സന്ധിനി, ഹ്ലാദിനി. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത ശ്ലോകത്തില് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതിനുള്ള സമയമില്ല. അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതില് എന്തെങ്കിലും അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭു നമുക്ക് നൽകാൻ വന്നത് ഏറ്റവും ടോപ്പ് രഹസ്യമായിട്ടുള്ള, അതായത് ഗോപികമാര് ആസ്വദിക്കുന്ന ആ പ്രേമഭക്തി നൽകുന്നതിന് വേണ്ടിയാണ്. പക്ഷെ നമ്മൾ അതിന് യോഗ്യത ഉണ്ടോ എന്നുള്ളത്, സ്വീകരിക്കാൻ യോഗ്യതയുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മളിപ്പോഴും സാധക സ്റ്റേജിലാണ്. ചില കാര്യങ്ങള് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഇവിടെ ഗോസ്വാമിമാരാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീപ്പ് ഒരു സ്റ്റഡിയാണ് ഭക്തി രസാമൃത സിന്ധു. നമുക്ക് അത് നമ്മുടെ പഠന ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഭക്തിശാസ്ത്രി. അപ്പൊ അതിന്റെ ഒരു ചെറിയ പോർഷനാണ് ഉപദേശാമൃതം, ഇൻസ്ട്രക്ഷൻ, ചെറിയ ക്യാപ്സൂൾ. ചില സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യില്ല, ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ 60-ാമത്തെ ശ്ലോകം വായിച്ചില്ല, 59 വരെ വായിച്ചു.
എന്തെങ്കിലും അഭിപ്രായങ്ങള് കമന്റ്സ് ഉണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഈ പരകീയ ആ സ്വകീയ ഒന്നോട് പറയുമോ പ്രഭു? ഒന്നുകൂടെ പറഞ്ഞു തരുമോ പ്രഭു? പരകീയ അതായത് രണ്ട് തരത്തിലുള്ള രസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതില് സ്വകീയം എന്ന് പറഞ്ഞ കൃഷ്ണൻ സ്വപത്നിമാരുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, ആസ്വാദനം. അതായത് രുക്മിണി, സത്യഭാമ, ഇനിയൊരു പത്നി ഉണ്ടല്ലോ, 8 പേരൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇതിന് ഉപരിയായിട്ടാണ് ഗോപികമാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അത് സ്വകീയമല്ല, പരകീയം. കാരണം ഗോപികമാര് അല്ലെങ്കിൽ രാധാറാണി ഭഗവാന്റെ പത്നിയല്ല, വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോ അത് കാമുക ബന്ധമാണ്, കാമുക ബന്ധം. അതായത് വിവാഹത്തിന് ഉപരിയായിട്ട്, അതീതമായിട്ട് മറ്റ് ഒരു പുരുഷനുമായിട്ടുള്ള ബന്ധം. അപ്പൊ അത് ഭൗതിക ലോകത്തില് റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അനുവദനീയമല്ല. പക്ഷെ ആത്മീയ ലോകത്തില് ഭഗവാൻ ആസ്വദിക്കുന്നത് പരകീയ രസമാണ്. അപ്പൊ അവിടെ വിവാഹം എന്നൊന്നും ഇല്ല. ഇവിടെയാണ് നമ്മള് വിവാഹം കഴിക്കുന്നു, ഏകപത്നി വ്രതം, അങ്ങനെ പോകുന്നു. അപ്പൊ നമുക്ക് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഭഗവാൻ രാമായണ മാസമല്ലേ, ഇപ്പോ ഏകപത്നി വ്രതം എടുത്ത വ്യക്തിയാണ്. ഒരു രാജാവിന് എത്ര പേരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം, പക്ഷെ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു, ഏകപത്നി വ്രതം, സീതയല്ലാതെ ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല എന്നുള്ള ഒരു തീരുമാനം. ഇവൻ അശ്വമേധ യജ്ഞത്തില് രാധാറാണി ആശ്രമത്തിലായിരുന്ന സമയത്തും എല്ലാവരും ചെയ്തു, പത്നി ഇല്ലാതെ എങ്ങനെ അശ്വമേധ യാഗം ചെയ്യാൻ പറ്റും, ഇപ്പൊ വേറെ വിവാഹം കഴിക്കണമെന്ന് എല്ലാവരും സജസ്റ്റ് ചെയ്തു. അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി അത് നിരാകരിക്കാനുണ്ടായിരുന്നു. അതിന് പകരം സീതാദേവിയുടെ വിഗ്രഹം വെച്ചിട്ടാണ് ആ യജ്ഞം പൂർത്തീകരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. അപ്പോ ഇത് ഈ രണ്ട് രസത്തിലും ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് പരകീയ രസമാണ്. പക്ഷെ ഇത് ഭൗതിക തലത്തിൽ നമ്മൾ കാണാൻ പാടില്ല. കാരണം ഇത് ഭഗവാന്റെ ലീലകളെല്ലാം അതീന്ദ്രിയമാണ്. കാരണം സെപ്പറേഷനില്, അതായത് ഇപ്പൊ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പത്നിയെ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അല്ലെ? പക്ഷെ കാമുകിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുത്തില്ല, ദൂരെയാണ്, അല്ലെ? കാമുകിയും കാമനും ഒരുമിച്ച് ഒരു വീട്ടിലെ താമസിക്കില്ലല്ലോ. അപ്പൊ അവിടെ അവർക്കുണ്ടാകുന്ന ആ ആസ്വാദന രസം എന്ന് പറയുന്നത് വിരഹത്തിലുള്ള രസമാണ്. വിരഹം, അതാണ് രാധാറാണിയും കൃഷ്ണനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ്. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭു വന്നപ്പോഴും അതാണ്, വിരഹഭാവത്തിലുള്ള ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം, ഉത്തമം. അതാണ് ഗോപികമാരുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ രാധാറാണിയുമായിട്ടുള്ള ഭഗവാനുള്ള ബന്ധം എന്ന് പറയുന്നത് പരകീയ രസമാണ്. പക്ഷെ ഇത് നമ്മള് ഭൗതിക ലോകത്തിൽ നമ്മൾ അത് ഭഗവാനെ അനുകരിക്കാൻ പാടില്ല. ഭഗവാൻ പറയുന്നുണ്ട്, സാധാരണ സഹജിയാസ് ഭഗവാന്റെ ലീലകള് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാസലീലകളൊക്കെ സ്വയം ലേഡീസുമായിട്ട് ഡാൻസ് ചെയ്യുന്നതായിട്ടൊക്കെ, ഇവിടെയല്ല, കേരളത്തിലല്ല, വേറെ മറ്റു സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താ പറയുക, മണ്ടത്തരമാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. ശാസ്ത്രം അതിനെ അനുവദിച്ചിട്ടുമില്ല, നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടുമില്ല, ഇനി നമുക്ക് അത് പറഞ്ഞിട്ടുമില്ല. കാരണം നമുക്ക് ഭഗവാന്റെ സേവനം, ഭഗവാന്റെ സംതൃപ്തിയാണ് നമുക്ക് വലുത്. ഇപ്പൊ ഗോപികമാർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അവരുടെ ഉദ്ദേശം ഭഗവാന്റെ സംതൃപ്തിയാണ്, ഭഗവാന്റെ സന്തോഷമാണ്. അതുകൊണ്ടാണല്ലോ നാരദമുനി
നാരദമുനി ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ കാലിലെ പൊടിയെല്ലാം എടുത്ത് ഭഗവാന് കൊടുത്താൽ നിങ്ങൾ നരകത്തിൽ പോകില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഗോപികമാര് പറയും, നമ്മൾ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, ഭഗവാന്റെ തലവേദന മാറിയാൽ മതി എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ അതെന്താണ് സൂചിപ്പിക്കുന്നത്? അവരുടെ പരിശുദ്ധമായ പ്രേമത്തെയാണ് അവര് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഭക്തിയുടെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഒരു രസമാണ് ഈ പരകീയ രസം എന്ന് പറയുന്നത്. അത് സാധാരണ നമ്മള് ഈ ഭൗതിക ലോകത്തായതുകൊണ്ട് നമ്മുടെ ഭൗതിക നേത്രങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. ആത്മീയ ലോകത്തിൽ ഉള്ള റിലേഷൻഷിപ്പാണ് പരകീയ രസം. പക്ഷെ ഭഗവാൻ ഇവിടെ വന്നപ്പോ വിവാഹം ചെയ്തു, രുക്മിണിയെ വിവാഹം ചെയ്തു, അതുപോലെ ജാമ്പവതി, സത്യഭാമ. അപ്പൊ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് സ്വകീയമാണ്. പക്ഷെ അവിടെ ദ്വാരകയിലായിരിക്കുന്ന സമയത്തും ഭഗവാൻ രാധാറാണിയുമായിട്ടുള്ള സെപ്പറേഷൻ അനുഭവിച്ച്, വിരഹദുഃഖം അനുഭവിച്ച്, രാധേ രാധേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അവരെല്ലാം ചേർന്ന് ഭഗവാനെ അവിടെ നിന്നും രഥത്തില് നിധുവനത്തില് രാധാറാണിയെ കൊണ്ടുപോകാൻ എത്തിക്കുന്നതാണ് രഥയാത്ര എന്ന് പറയുന്നത്. ഇത് രഥയാത്രയുടെ വേറൊരു കഥയാണ്. ഹരേ കൃഷ്ണ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ യോഗ്യനല്ല. ഹരേ കൃഷ്ണ. ഇതിന് ഏകദേശം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ നിർത്താമോ? വേറെ ആർക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക. കാരണം നമ്മള് ചില സമയത്ത് എനിക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ അറിയില്ല. നല്ല ക്ലാസ് പ്രഭു, നല്ല ക്ലാസ്. ബോറൊന്നും അടിച്ചില്ല. ഇതെല്ലാം വളരെ ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നമുക്കത് പറയാനോ ഉള്ള യോഗ്യതയുമില്ല, കേൾക്കാം എന്നുള്ളതേ ഉള്ളൂ. നമുക്കിത് ഇപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭാവം നമ്മൾ മനസ്സിലാക്കുക, അവതാരത്തിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് അതായിരിക്കണം. അപ്പൊ അത് നമുക്ക് ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ. ഇന്ന് ക്ലാസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, വിരക്തി എങ്ങനെ നേടും? നമുക്ക് വിരക്തി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ അല്ല. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത. വാസുദേവനെ സേവനം ചെയ്യുമ്പോഴാണ് നമുക്ക് വിരക്തി, ഭക്തിയും ഉണ്ടാകുന്നത്. ഇതിനെ വൈരാഗ്യം, ജ്ഞാനവും ഉണ്ടാകുന്നത്, വിരക്തിയൊക്കെ ഉണ്ടാകുന്നത് ഭക്തിയുത സേവനത്തിലൂടെയാണ്. ഇത് ആർട്ടിഫിഷ്യൽ പ്രോസസ് അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. ഗോപാല് പറഞ്ഞു, അനുകരിക്കാൻ ശ്രമിക്കരുത്. ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ നിർത്താമോ മാതാജി? ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിലോ ചെയ്യാം. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, ആർക്കൊന്നുമില്ലെന്ന് തോന്നുന്നു. എല്ലാം ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് 7 മണിക്ക് ദേവീനന്ദ പ്രഭുവിന്റെ ഒരു ക്ലാസ് ഉണ്ട്. ദയവായി എല്ലാവരും കയറാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ദേവീനന്ദ പ്രഭു GBC മെമ്പർ ആണ്, സിംഗപ്പൂർ ഇസ്കോൺ പ്രസിഡന്റ് ആണ്, അദ്ദേഹം ലോയർ ആണ്, ഞങ്ങളുടെ ക്ലോഡ് ബ്രദർ ആണ്. അപ്പോ അദ്ദേഹത്തിന്റെ നല്ലൊരു ക്ലാസ് ആയിരിക്കും. എല്ലാരും ദയവായത് കയറാൻ വേണ്ടി ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.